السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, റബ്ബിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ ഈ സദസ്സിൽ സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സുവർണയുഗത്തിലാണ്. നമ്മുടെ കൈപ്പത്തിക്കുള്ളിലെ ഒരു ചെറിയ മൊബൈൽ ഫോൺ വഴി ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലെത്തിയിരിക്കുന്നു. വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക വീക്ഷണത്തിൽ സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയയും അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളെയും പോലെ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നന്മയും തെറ്റായി ഉപയോഗിച്ചാൽ ദോഷവുമാണ് ഫലം. ആദ്യം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ദീനി പഠനരംഗത്ത് സോഷ്യൽ മീഡിയ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസുകൾ, മഹത്തുക്കളുടെ പ്രഭാഷണങ്ങൾ, മദ്രസ പഠനങ്ങൾ എന്നിവ ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരിലേക്കും വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ ഇത് സാധിക്കുന്നു. വിജ്ഞാനരംഗത്തും ഇതിൻ്റെ പ്രയോജനം വളരെ വലുതാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ, വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ, പ്രമുഖ പണ്ഡിതന്മാരുടെ ക്ലാസുകളും സംശയ നിവാരണങ്ങളും ഒരു ക്ലിക്കിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും നന്മയുടെ പ്രവർത്തനങ്ങൾ പരസ്പരം സഹകരിക്കാനും നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയ ഏറെ സഹായകരമാണ്. എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും നാം ജാഗ്രത പുലർത്തണം. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമയം. മണിക്കൂറുകളോളം റീൽസുകളും അനാവശ്യ വീഡിയോകളും കണ്ടുകൊണ്ട് സമയം പാഴാക്കുമ്പോൾ നമ്മുടെ പഠനവും മദ്രസ പാഠങ്ങളും ആരാധനകളും ബാധിക്കപ്പെടുന്നു. പരലോകത്ത് നമ്മുടെ സമയം എങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കും. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കൽ, മറ്റുള്ളവരെ പരിഹസിക്കൽ, അനാവശ്യവും അശ്ലീലവുമായ കാഴ്ചകൾ കാണൽ, അപവാദങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവ സോഷ്യൽ മീഡിയയുടെ വലിയ അപകടങ്ങളാണ്. കൂടാതെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കാൻ സമയം കണ്ടെത്താതെ എപ്പോഴും ഫോണിൽ മുഴുകിയിരിക്കുന്ന ശീലം കുടുംബ ബന്ധങ്ങളെയും മാനസികാരോഗ്യത്തെയും ദുർബലമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലെ ഒരു ആയുധം പോലെയാണ്. അത് നന്മക്കായി ഉപയോഗിച്ചാൽ ഇഹലോകത്തും പരലോകത്തും പ്രതിഫലം ലഭിക്കും. എന്നാൽ തിന്മക്കായി ഉപയോഗിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം നാം തന്നെ വഹിക്കേണ്ടി വരും. വിശുദ്ധമായ ഖുർആൻ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ അറിവിൻ്റെയും ദീനിൻ്റെയും നന്മയുടെയും പ്രചരണത്തിനായി മാത്രം ഉപയോഗിക്കാനും സമയനഷ്ടത്തിൽ നിന്നും അനാവശ്യ കൂട്ടുകെട്ടലിൽ നിന്നും നമ്മുടെ കണ്ണിനെയും ഹൃദയത്തെയും കാത്തു സൂക്ഷിക്കാനും നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ ചെയ്യാം. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.